അതായത് അവര് കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത്. അങ്ങനെയൊക്കെ വഴിയില്ല. അങ്ങനത്തെ ഒരു കാര്യം അവിടെ, കാരണം എന്തെങ്കിലും പിടിച്ചാലല്ലേ പിടിച്ചെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം പിടിച്ചിട്ടില്ല. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, എന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? അങ്ങനെ ഒരു വാർത്തയേ ഇല്ല, അങ്ങനെ ഒരു കേസുമില്ല. 24-നും മറ്റു മാധ്യമങ്ങൾക്കുമെതിരെ നിയമ നടപടി എന്ന പ്രതിഭയുടെ വിരട്ടാണ് ആ കേട്ടത്. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇന്നലെ എക്സൈസിന്റെ FIR പുറത്തു വന്നു. മകനടങ്ങുന്ന സംഘത്തിന്റെ പക്കൽ നിന്നും കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതവും താഴെ ദ്വാരമുള്ളൊരു പ്ലാസ്റ്റിക് കുപ്പിയും പപ്പായത്തണ്ടടക്കം പിടികൂടിയെന്നാണ് വ്യക്തമായി എല്ലാവരുടെയും പേരടക്കം പ്രതിപാദിക്കുന്ന FIR. വ്യാജവാർത്ത എന്ന വാദം പൊളിഞ്ഞതോടെ നികൃഷ്ടമായ നിന്ദ്യമായ അധിക്ഷേപങ്ങളുമായി MLA വീണ്ടും രംഗത്തെത്തി. എന്താ ഉറക്കം വരുന്നു. 24 ന്യൂസിലെ ആലപ്പുഴയിലെ നിയമം അറിയാത്ത വിവരദോഷിയായ ഒരു റിപ്പോർട്ടർ വീണ്ടും എന്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട്, 24 മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റു ചില ചാനലിലും ഉണ്ട്, അവര് പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ വീണ്ടും വീണ്ടും എന്നെയും എന്റെ മകനെയും അപമാനിക്കുകയാണ്. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. 24 റിപ്പോർട്ടറെ വിവരം കെട്ടവനെന്നും വീട്ടിലിരിക്കുന്ന അമ്മയെയും സഹോദരിയെയും അടക്കം പറഞ്ഞ് വൃത്തികെട്ട രീതിയിൽ പിന്നെ അധിക്ഷേപമാണ് ഒരു MLA. ഞാൻ പറഞ്ഞിട്ടില്ല. റേറ്റിംഗിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ 24-ലെ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട്. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. അതല്ല ഉദ്ദേശം. പിന്നാലെ എത്തി CPM-ന്റെ സൈബർ ഗൂണ്ടാപ്പട. സ്വാഭാവികം. R. ശ്രീകണ്ഠനാരെയും ഹാഷ്മി താജ് ഇബ്രാഹിമിനെയും അടക്കം വീട്ടിലിരിക്കുന്നവരെ കൂടി ചേർത്ത് ഈ സൈബർ തമ്മാടികൾ അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് നെറികെട്ട വാക്കുകളും തെറിപ്പൂരവും. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം. വീട്ടിൽ കയറി വെട്ടും ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഈ നേതൃത്വമില്ലാത്ത കുറ്റവാളി സംഘം ഇന്നലെ ഒരു MLA വീണ് ഗുരുതരമായി പരിക്കേറ്റ് മുഖത്തടക്കം ചോരയിൽ പുതുന്ന ദൃശ്യത്തിന് താഴെ വന്ന് രാഷ്ട്രീയം നോക്കി വൃത്തികേട് പറയാനും മാത്രം മനസാക്ഷി വറ്റിയവരാണ്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? മൃഗീയമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് നാണക്കേടാണ്. വൈകൃത വക്താക്കൾ, കിരാത ജന്മങ്ങൾ അവരുടെ തനിക്കുണം കാണിക്കുന്നതിൽ അത്ഭുതം എന്തിനാണ്? ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചോ പറഞ്ഞ ആ ഒരു FIR-ന്റെ കോപ്പി ഇതുവരെ എങ്ങോ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലുമില്ല. അതെങ്ങനെ 24-ന് കിട്ടി? അതാണ് പ്രതിഭ MLA പറഞ്ഞതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മഹാമനസ്കനായ മാധ്യമപ്രവർത്തകന്റെ മാധ്യമധർമ്മത്തെ എന്റെ പൊന്നോ നല്ല ഭാവിയുള്ളതായിട്ട് കാണുന്നുണ്ട് അദ്ദേഹത്തിന്. പിന്നെ എനിക്ക് തോന്നുന്നു 10 രൂപ നക്കാപ്പിച്ച എവിടെന്നെങ്കിലും കിട്ടിക്കാണും. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. പിന്നെ അനുഭവിച്ചോട്ടാ. ഒരു FIR എങ്ങനെയാണ് കിട്ടുക എന്നത് അത് ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പോയോ എന്നൊക്കെയാണ് MLA-യുടെ സംശയം. പോലീസ് FIR കിട്ടുമ്പോൾ തന്നെയാണ് സർക്കാർ വെബ്സൈറ്റിൽ തന്നെയാണ് അതും കിട്ടുക എന്നറിയാതിരിക്കാനും മാത്രം വിവരക്കേടുണ്ടോ MLA-ക്ക്? പിന്നെ പ്രതിഭ ഒടുക്കം പറഞ്ഞ 10 രൂപ നക്കാപ്പിച്ച അങ്ങനെ കാവോളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശീലത്തിലാണത് പറയുന്നതെങ്കിൽ രാപ്പകൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് അതിന് കിട്ടുന്ന ശമ്പളത്തിൽ ജീവിക്കുന്ന മനീഷ് മഹിപാലിനെ പോലെയുള്ള അടിസ്ഥാനവർഗ ജോലിക്കാരുടെ ആർജവം, ഇച്ഛാശക്തി, കരുത്ത് മേടകളിൽ വാഴുന്ന നവസഖാക്കൾക്ക് മനസ്സിലാവില്ല. അത് ചോദ്യം ചെയ്യാനും മാത്രം പ്രതിഭ വളർന്നിട്ടില്ല. പിന്നെ ഈ തമ്മാടിപ്പടയിറക്കി 4 തെറി വിളിപ്പിച്ചാൽ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ പേടിച്ചങ്ങ് വാപത്തും എന്നാണ് ധാരണയെങ്കിൽ തെറ്റാണ്. പാർട്ടി പ്രതിരോധത്തിന് അശ്ലീല വർത്താനങ്ങളും അമേധ്യം നാറുന്ന ശൗചാലയ നാവുകളുമായി മൂത്രപ്പുര സാഹിത്യം പറയുന്ന ആ സൈബർ വൈകൃത പടയോടാണ് വാർത്ത കൊടുത്തതിന് ഭരണകൂട വേട്ട, കള്ളക്കേസ്, ജയിൽവാസം, എന്നിട്ടും വാർത്തയുടെ വാ മൂടാത്തവരാണ്, വിറയ്ക്കാത്തവരാണ്. പിന്നെയാണോ നിങ്ങളുടെ ഈ 4-ാം കിട ഞരമ്പ് വർത്താനത്തിൽ പേടിക്കൽ? വെറുപ്പിന്റെ വക്താക്കൾ പോയി പണി നോക്കണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ